കോമ്പിനേഷൻ കഴിച്ച് നോക്കിനാ ബട്ടൂരയും ചിക്കൻ സ്റ്റൂയും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണൂരൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഫംഗ്ഷൻ കാര്യങ്ങൾ സൽക്കാരങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളൊരു കോംബോ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൂരയും ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ പൊറോട്ടയും ചിക്കൻ സ്റ്റൂയും. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബട്ടൂരയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ ഏലക്കായ, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഇത് മൂന്നും ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഫ്ലേവർ കൂടാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിക്ക് നല്ല തിക്നെസ്സും കൊഴുപ്പൊക്കെ ഉണ്ടാവും. അതിനുശേഷം സവാള ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് കളറ് മാറിപ്പോരുത്. അതായത് നല്ല മുരിഞ്ഞ ബ്രൗൺ ഷെയ്ഡ് ആവാൻ പാടില്ല കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ സ്റ്റൂ എപ്പോഴും വൈറ്റ് കളറല്ലേ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ സവാളയുടെ കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ കറിയുടെയും കളറ് മാറും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുത്ത് കണ്ടില്ല, ഒട്ടും കളറ് മാറിയിട്ടുള്ള നല്ലൊരു പിങ്ക് കളറാവുന്നവരെയാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എരിവിനായിട്ട് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പച്ചമുളക് വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 6 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് സൈസുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ചതച്ചിട്ട് ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നവരെ. അപ്പോൾ മസാലകളൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 600 ഗ്രാം അളവിൽ ചിക്കൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു പിങ്ക് ഷെയ്ഡൊന്ന് മാറി നല്ല പ്യൂർ വൈറ്റ് കളറായിട്ട് ചിക്കൻ മാറും. അതുവരെ തന്നെ ഒന്ന് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് 2 കപ്പ് 2-ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്. അതായത് ഒരു തേങ്ങ മൊത്തത്തിൽ ചിരകി എടുത്തിട്ട് ഒരു വലിയ തേങ്ങ അതിൻ്റെ 1-ാം പാൽ 1 കപ്പ് ഞാൻ എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 കപ്പ് 2-ാം പാലാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 2-ാം പാൽ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിള വരട്ടെ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തിള വന്നതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ഒരു 1/4 വേവ് ആവുന്നവരെ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനിയും ഐറ്റംസ് ചേർക്കാനുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 1/4 വേവ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തേട്ടാ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയുടെ പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഈ ഒരു സമയത്ത് ചേർത്താൽ മതി. ആദ്യമേ ചേർത്ത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളറ് മാറും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തക്കാളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ഒരൽപ്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അറിയാമല്ലോ, സ്റ്റൂ എന്ന് പറയുന്ന പൊതുവേ ഓവർ പുളി ഉണ്ടാവില്ല. ചെറിയൊരു പുളിയുടെ ഫ്ലേവർ വേണം താനും. ആ ഒരു രീതിയിലാണ് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ മൊത്തത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ക്യാരറ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട്. എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. നമുക്കിവിടെ ആയിരിക്കും സ്റ്റൂവിൽ ക്യാരറ്റ് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്തതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നോക്കി അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അടപ്പ് തുറന്നിട്ടിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. എൻ്റെ ഇതിപ്പം കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വറ്റിക്കുക. കാരണം 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് തിളപ്പിക്കില്ലല്ലോ. ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ചിക്കനൊക്കെ നന്നായി കുക്കായി, ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ടൊരു ടേസ്റ്റ് കൊടുക്കാൻ നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 10 അണ്ടിപ്പരിപ്പ് ഞാനൊരു 10 മിനിറ്റ് മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചവെള്ളത്തിൽ. അതെല്ലാം കൂടി ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇത് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളത് മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ആയതുകൊണ്ടാണ് 10 ചേർത്തിട്ടുള്ളത്. നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 20 ചേർത്ത് കൊടുക്കട്ടെ, ഒരു 18-20 ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതാ നന്നായിട്ട് ഈ ഒരു അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കറിക്കുണ്ടാവും, ഒന്നുകൂടി നല്ല തിക്നെസ് ഉണ്ടാവും. അഥവാ അണ്ടിപ്പരിപ്പ് ഇഷ്ടമില്ല, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു കറിയിൽ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അത് ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ട് 2-3 പീസൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. കറിക്ക് നല്ലൊരു തിക്നെസ്സൊക്കെ വരും, ഫ്ലേവറും വരും. അങ്ങനെ അതിനിടയിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവും ഫ്ലേവറും ഒക്കെ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഇതാ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവി കണ്ടില്ല, അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 പാലില്ലേ, തേങ്ങയുടെ 1 കപ്പ് 1 പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് തിളക്കാൻ പാടില്ല കേട്ടോ. തേങ്ങയുടെ 1 പാൽ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റായിട്ട് ഇതാ സൈഡിൽ നിന്നൊന്ന് ബബിൾസ് ഇതാ വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക, കാരണം കാസ്റ്റ് അയൺ പോട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിള വരും കേട്ടോ. ഭയങ്കര ഓവർ ചൂടായി കിടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെന്നില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാൻ, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഭട്ടൂരയുടെ റെസിപ്പി പിന്നെ ഞാൻ ഓൾറെഡി കാണിച്ചത് കൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. ഞാനിത് പിണ്ട് കമൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ലാസ്റ്റ് സെർവ് ചെയ്യാൻ നേരത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില ഒന്ന് താളിച്ചിട്ട് അതും കൂടി കാച്ചി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേ വേണ്ട കേട്ടോ. പെർഫെക്റ്റ് ചിക്കൻ സ്റ്റ്യൂ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്